ഏവർക്കും അരിത്തമെറ്റിക് സീക്വൻസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികളുടെ തുകകളെ കുറിച്ച് നോക്കാം. തുകയെ കുറിച്ച് ആദ്യമായി നമ്മൾ പഠിക്കുന്നത് എണ്ണൽ സംഖ്യകളുടെ തുകകളെ കുറിച്ചാണ്. നോക്കാം, എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യമായി 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമ്മൾ നോക്കുന്നത്. ഇവയുടെ തുക കണ്ടുപിടിക്കാനായി ഞാൻ ഇവിടെ സം എന്താണ് 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10. രണ്ടാമത് തന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ വിപരീത ദിശയിൽ അല്ലെങ്കിൽ നേരെ റിവേഴ്സ് ഓർഡറിൽ ഞാൻ എഴുതാണ് 10 + 9 + 8 + 7 + 6 + 5 + 4 + 3 + 2 + 1. ഇനി ഞാൻ പരസ്പരം കൂട്ടുകയാണ്. 1നോട് 10 ചേർന്നാൽ 11 + 11, 5 മാറും 11, 6 5 11, 7 4 11, 8 3 11, 9 2 11, 10 1 11. അങ്ങനെ നമുക്ക് 11ന്റെ എത്ര കൂട്ടങ്ങൾ കിട്ടുന്നു? 1 2 3 4 5 6 7 8 9 10 കൂട്ടങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഇവിടെ തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 × 11. അത് എത്രയാണ്? 110. അഥവാ 2 തവണ കൂട്ടുകയാണെങ്കിൽ, അഥവാ 1 മുതൽ 10 വരെ 2 തവണ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 110 ആണ്. അങ്ങനെയെങ്കിൽ ഒരു തവണ കൂട്ടുകയാണെങ്കിലോ, അതായത് 1 മുതൽ 10 വരെ മാത്രമെങ്കിൽ 1/2 × 2 10 ഗുണിക്കണം 11, അഥവാ 1/2 × 110 സമം 55. അതായത് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞ എത്രയാണ്? 55 ആണ്. ഇവിടെ നോക്കൂ, 1/2 × 10 ഗുണിക്കണം 11 ആണ് 1/2 × 110. ഇവിടെ 10 എന്ന് പറയുന്നത് നമ്മളുടെ എണ്ണം, എത്ര പദങ്ങളാണ്, എത്ര സംഖ്യകളുടെ തുകയാണ് കണ്ടെത്തേണ്ടത് അത്രയും. 11 എന്ന് പറഞ്ഞാൽ 10നെ സംബന്ധിച്ചിട്ട് എന്താണ്? 10നോട് 1 ചേർന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റാം? 1/2 × 10 ഗുണിക്കണം 10 + 1. 1/2 × 10 ഗുണിക്കണം 10 + 1 എന്ന് എഴുതാം. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള തുക കണ്ടുപിടിക്കേണ്ട രീതി മനസ്സിലായല്ലോ. അപ്പോൾ 10 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എന്താണ് നമുക്ക് കിട്ടി? 1/2 × 10 ഗുണിക്കണം 10 + 1 സമം 55 എന്ന് കിട്ടി. ഇനി എന്റെ സംഖ്യകൾ 1 മുതൽ തുടർച്ചയായിട്ടുള്ള n എണ്ണൽ സംഖ്യകളാണെങ്കിലോ 10 വരെയാണെങ്കിൽ 10ഉം 10നോട് 1 ചേർന്ന സംഖ്യയുടെ ഗുണിതത്തിന്റെ പകുതി എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ n വരെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? 1/2 ആകെ എത്ര സംഖ്യകളാണുള്ളത്? n. 1/2 × n × 10നോട് 1 ചേർത്ത് എന്നാ പറയുന്നത്. അപ്പോൾ n-നോട് എന്ത് ചേർത്താൽ മതി? 1 ചേർത്താൽ മതി. 1/2 × n × n + 1 എന്ന് കിട്ടും. അതായത് 1 മുതൽ n വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 1/2 × n × n + 1. The sum of n first consecutive terms is, first natural number is half × n × n + 1. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? The sum of first 100 natural terms. ആകെ ടേംസ് n = എത്രയാണെന്ന് നമുക്കറിയാം, 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തെ തുക s sum = half × 100 × n-ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുന്നു? 100. 100 × 100 + 1. half × 100 എത്രയാണ്? 50. 50 × 101. 100നോട് 1 ചേർന്നാൽ 101. 50നെ 101 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 50 50. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ എന്ത് ചെയ്തു? തുക കണ്ടുപിടിക്കേണ്ട സൂത്രവാക്യം നമ്മൾ പഠിച്ചു. half × n × n + 1. അങ്ങനെ നമുക്ക് ഈ നാച്ചുറൽ നമ്പേഴ്സിനെ, എണ്ണൽ സംഖ്യയെ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും, ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളും. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? 2 4 6 etc. ഇരട്ട സംഖ്യകളുടെ പൊതുരൂപം എന്ന് പറയുന്നത് എത്രയാണ്? 2n ആണ്. n ഏതൊരു നമ്പറിന്റെയും 2 മടങ്ങായ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇരട്ട സംഖ്യയായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാം, ഇവയുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 + 4 +
6 പ്ലസ് എക്സെട്രാ പ്ലസ് 2n. ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇവയിലെല്ലാം എന്താണ് 2 എന്ന് പറയുന്ന സംഖ്യ എന്താണ് കോമൺ ആണ് അഥവാ പൊതുവാണ്. അപ്പൊ 2നെ നമ്മൾ പുറത്തെടുക്കുന്നു. ബാക്കി വരുന്ന 2ൽ നിന്ന് 2 പോയാൽ 1, 4ൽ നിന്ന് ഒരു 2 പോയാൽ 2, 6ൽ നിന്ന് 2 പോയാൽ 3. അപ്പോൾ അവസാനത്തെ 2n നിന്ന് ഒരു 2 പോയാൽ എന്ത് കിട്ടും? n ടൈംസ് ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 × 1 + 2 + 3 + എക്സെട്രാ n എന്ന് കിട്ടി. ഇവിടെ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെ, നമ്മളിപ്പോൾ പഠിച്ച n എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പൊ എന്ത് കിട്ടും? 2 × ½ × n × n + 1 എന്ന് കിട്ടുന്നു. 2 × ½ × n × n + 1 എന്ന് കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? 2 × 2 ക്യാൻസൽ ആയി. ബാക്കി എന്തേ ഉള്ളൂ? n × n + 1 എന്ന് കിട്ടുന്നു. അതായത് ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിന്റെ n ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് സം ഈസ് എന്താണ്? n × n + 1 എന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചോദ്യം ചെയ്ത് നോക്കാം. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക, the sum of first 50 even numbers. അപ്പോൾ എങ്ങനെ കണ്ടെത്താം? n സമം നമുക്ക് എത്ര കിട്ടി? 50 എന്ന് കൊടുത്തു. n സമം എന്ത് കൊടുത്തു? 50 എന്ന് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ എന്താണ്? sum is equal to n × n + 1. n × n + 1. എന്നിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുന്നു? 50 എന്ന് കൊടുക്കുന്നു. 50 × 50 + 1. അപ്പോൾ എത്ര കിട്ടി? 50 × 51. അപ്പോൾ എത്രയാണ് കിട്ടുക? 50 × 51 എന്ന് പറയുന്നത് 51നെ എന്തുകൊണ്ട് ഹരിക്കുക? 5 കൊണ്ട് ഗുണിക്കുക. ഒരു 5 5 5 5 25. അപ്പോൾ ഒരു 0 കൂടി ഇല്ലേ? 0 കൂടി ചേർക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 2550 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈവൻ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കേണ്ട രീതി എന്താണ്? n × n + 1. n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട സൂത്രവാക്യം ½ × n × n + 1. ഇതിനെ നമുക്ക് എങ്ങനെയും പറയാം? n × n + 1/2 എന്നും പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒറ്റ സംഖ്യ അഥവാ ഓഡ് നമ്പേഴ്സിന്റെ സമ്മിന്റെ സൂത്രവാക്യം എങ്ങനെ കണ്ടെത്താം നോക്കാം. ഓഡ് നമ്പേഴ്സിന്റെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2n - 1 ആണ്. 2n എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പറിന് 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഓഡ് നമ്പർ കിട്ടും. അപ്പൊ 2n - 1. ഇനി നോക്കാം ഒന്നാം പദം എങ്ങനെയായിരിക്കും? x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 × 1 - 1. x2 എന്ന് പറഞ്ഞാലോ 2 × 2 - 1. ഇതിങ്ങനെ തുടർന്ന് പോയാൽ xn എന്ന് പറയുന്നത് എന്താണ്? 2 × n - 1. ഇനി ഇവയുടെ തുക, അതായത് x1 + എക്സെട്രാ xn വരെ കണ്ടെത്തണം. അപ്പോൾ വലയിടത് ഭാഗത്ത് നമ്മൾ കൂട്ടി, ഇനി വലതു ഭാഗത്തേക്ക് കൂട്ടി ചെയ്താലോ? അപ്പൊ എന്ത് കിട്ടും? 2 × 1 - 1 പ്ലസ് 2 × 2 - 1 പ്ലസ് എക്സെട്രാ 2 × n - 1. ഇവിടെ ഒരേപോലെയുള്ള 2 × 1 എന്ന് പറയുന്നതെല്ലാം നമ്മൾ ഒരുമിച്ചെടുത്തു. 2 × 1 പ്ലസ് 2 × 2 പ്ലസ് എക്സെട്രാ 2 × n പ്ലസ് എത്ര തവണ n ഉണ്ടാവും? അല്ലെ 1 ഉണ്ടാവും. പ്ലസ് മൈനസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്രാ 1. ഇത് എത്ര ടൈംസ് ആയിരിക്കും? n ടേംസ് ആണുള്ളത്. അതുകൊണ്ട് ഇത് എത്ര ടൈംസ് ആയിരിക്കും? n ടൈംസ് ഉണ്ടായിരിക്കും. n ടൈംസ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സംഖ്യകളിൽ നിന്ന് പൊതുവായിട്ടുള്ള ഏത് സംഖ്യയാണ്? 2 ആണുള്ളത്. അപ്പോൾ 2 പുറത്തെടുക്കുന്നു. 2 × 1 + 2 + n എന്ന് കിട്ടുന്നു. മൈനസ് എത്ര ടൈംസ് n? 1 ഉണ്ട്. 1 + 1 + n ടൈംസ് ആണ്. അപ്പോൾ 1 n ടൈംസ് കൂട്ടിയാൽ n എന്ന് കിട്ടുന്നു. ഇവിടുത്തെ സൂത്രവാക്യം എന്താണ്? 2 × 1 + 2 × ½ × n × n + 1 മൈനസ് n. 2 × 2 ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? n × n + 1 - n. n × n + 1 - n. n × n + 1 - 1 നമുക്ക് എങ്ങനെ എഴുതാം? n × n + 1 മൈനസ് n. n × n n². n × 1 + n - n. That means n - n എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോയി.
പിന്നെ നമുക്ക് ബാക്കി വരുന്നത് എന്താണ്? n സ്ക്വയർ ആണ്. അതായത് n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? n സ്ക്വയർ ആണ്. n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ചോദ്യത്തിൽ കിടക്കാം. The sum of first 30 odd terms, ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക. വളരെ എളുപ്പമാണ്. സമ്മിന്റെ സൂത്രവാക്യം എന്താണ്? ഒറ്റ സംഖ്യയുടെ സമ്മിന്റെ സൂത്രവാക്യം n സ്ക്വയർ ആണ്. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 30 ആണ്. സോ സം എന്ന് പറയുന്നത് 30ന്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് 30 × 30 900. സം ഓഫ് ഫസ്റ്റ് 30 odd terms, ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n സ്ക്വയർ, ദാറ്റ് മീൻസ് 30 സ്ക്വയർ 900 എന്ന് കിട്ടും. നോക്കൂ, ഇവിടെ നമ്മൾ 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? സം ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഓർ 1 പ്ലസ് n, എന്തായാലും ശരിയാണ്. ഹാഫ് ഇൻറ്റു n ഇൻറ്റു 1 പ്ലസ് n എന്ന് കിട്ടും. ഇവിടെ നോക്കൂ, ഈ ഒരു ശ്രേണി എണ്ണൽ സംഖ്യകളല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവയുടെ ഒരു പ്രത്യേകതയിലേക്ക് നോക്കൂ. 1 എന്ന് പറയുന്നതും n എന്ന് പറയുന്നതും എന്താണ്? ഈ ശ്രേണിയുടെ 1 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാം പദമാണ്. 1 is equal to x1. n എന്ന് പറയുന്നതോ xn ആണ്. n-ആം പദമാണ്, nth ടേം ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു സമവാക്യത്തിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഹാഫ് ഇൻറ്റു n. 1 പ്ലസ് n എങ്ങനെ മാറ്റാം? x1 പ്ലസ് xn എന്ന് മാറ്റാം. അതായത് സം ഓഫ് n ടേംസിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു n ഇൻറ്റു x1 പ്ലസ് xn. എന്താണ് x1 എന്ന് പറഞ്ഞാൽ? ആദ്യ പദം, ഫസ്റ്റ് ടേം. xn എന്ന് പറഞ്ഞാലോ സീക്വൻസിന്റെ nth ടേം, n-ആം പദം എന്ന് പറയുന്നു. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്. സോ സം ഓഫ് n ടേംസിന്റെ സീക്വൻസ് എന്താണ്? ഹാഫ് ഇൻറ്റു n ഇൻറ്റു x1 പ്ലസ് xn. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാം പദം x1 എന്ന് പറയുന്നത് 10 ഉം x10 എന്ന് പറയുന്നത് 19 ഉം 19 ആയാൽ അവയുടെ തുക എന്താണ്? 10 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? Sn സമം ഹാഫ് ഇൻറ്റു n എന്ന് പറയുന്നത് എത്രയാണ്? 10 പദങ്ങളാണ് ഉള്ളത്. അപ്പോൾ n ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു എന്ത് കിട്ടും? x1 പ്ലസ് xn. x1 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. xn എന്ന് പറയുന്നതോ 19 ആണ്. സോ ഹാഫ് ഇൻറ്റു 10, ദാറ്റ് മീൻസ് 5 ഇൻറ്റു 10 പ്ലസ് 19 എന്ന് പറയുന്നത് എത്രയാണ്? 29. അപ്പോൾ 5 ഇൻറ്റു 29 എന്ന് പറയുന്നത് എത്രയാണ്? 145. അപ്പോൾ x1 10ഉം x10 19ഉം ആയാൽ തുക എന്ന് പറയുന്നത് Sn അഥവാ S10 എന്ന് പറയുന്നത്, ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 145. അപ്പോൾ തുക നമ്മൾ പഠിച്ചു. സം ഈസ് ഹാഫ് ഇൻറ്റു n ഇൻറ്റു x1 പ്ലസ് xn. ഇവിടെ നമ്മൾ ഇതിൽ സമാന്തര ശ്രേണിയിലെ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തുകയാണ്. xn എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, xn എന്ന് പറഞ്ഞാൽ എന്താണ്? dn പ്ലസ് f മൈനസ് d. dn പ്ലസ് f മൈനസ് d. x1 എന്ന് പറഞ്ഞാൽ f. ഈ ഒരു xnന്റെ x1ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കണം. അപ്പോൾ ഇക്വേഷന്റെ മാറ്റം നോക്കുക. ഹാഫ് ഇൻറ്റു n ഇൻറ്റു f പ്ലസ് dn പ്ലസ് f മൈനസ് dn. അപ്പോൾ ഹാഫ് ഇൻറ്റു n ഇൻറ്റു f പ്ലസ് dn പ്ലസ് f മൈനസ് d. നമ്മൾ ചെയ്തത് x1 f ഒന്നാം പദം f എന്ന് കൊടുത്തു, xn dn പ്ലസ് f മൈനസ് d പൊതുരൂപവും കൊടുത്തു. ഇനി നോക്കുക, ഹാഫ് n അവിടെ തന്നെ വെക്കുന്നു. f ഉം കൂടി ചേർന്ന് എന്ത് കിട്ടും? 2f മൈനസ് d പ്ലസ് dn എന്ന രീതിയിൽ ഇതിനെ മാറ്റാം. ഹാഫ് n-നെ ഞാൻ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ സംഖ്യ കൊണ്ടും ഗുണിക്കുക. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു നോക്കൂ. 2f ഇൻറ്റു n ബൈ 2 മൈനസ് d ഇൻറ്റു n ബൈ 2 പ്ലസ് dn ഇൻറ്റു n ബൈ 2. 2f ഇൻറ്റു n ബൈ 2 എന്ന് പറഞ്ഞാൽ 2 ഉം 2 എന്ത് ചെയ്തു? ക്യാൻസൽ ആയി. ബാക്കി എന്ത് വരുന്നു? fn മൈനസ് dn ബൈ 2 പ്ലസ് n ഇൻറ്റു n സ്ക്വയർ എന്ന് കിട്ടുന്നു. അപ്പോൾ d ബൈ 2 n സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഓർഡർ എഴുതുന്നു. d ബൈ 2 n സ്ക്വയർ പ്ലസ്
ഇവിടെ രണ്ട് ഭാഗത്തും n ആണ് പൊതുവെ ഉള്ളത്. അപ്പോൾ പൊതുവെ അല്ലാത്തത് f മൈനസ് d ബൈ 2 ഇൻറ്റു n എന്ന്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഫോം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും d ബൈ 2 n സ്ക്വയർ പ്ലസ് f മൈനസ് d ബൈ 2 n. നമ്മൾ വളരെ അധികം കഷ്ടപ്പെട്ട ഒരു ഇക്വേഷൻ ആണെന്നുള്ള വിചാരിക്കേണ്ട. d ബൈ 2 n സ്ക്വയർ പ്ലസ് f മൈനസ് d ബൈ 2 n. ഇതിനെ നമുക്കൊരു മാറ്റം വരുത്താം. d ബൈ 2 നെ നമ്മൾ f മൈനസ് d ബൈ 2 നെ നോക്കുക, f മൈനസ് d ബൈ 2 നെ ഞാൻ q എന്നും d ബൈ 2 നെ p എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. f മൈനസ് d ബൈ 2 നെ q എന്നും d ബൈ 2 നെ p എന്ന് സൂചിപ്പിച്ചാൽ നമുക്ക് കിട്ടും എന്ത്? pn സ്ക്വയർ പ്ലസ് qn. pn സ്ക്വയർ പ്ലസ് qn. This is the algebra of the sum of the arithmetic sequence. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിതം, തുകകളുടെ ബീജഗണിതത്തിന്റെ സൂത്രവാക്യമാണ് pn സ്ക്വയർ പ്ലസ് qn. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സമവാക്യത്തിൽ നിന്ന് നേരിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ആദ്യം ബീജഗണിതത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അടിസ്ഥാന രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കുക, d ബൈ 2 സമം p ആണ്. അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം d എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? d ബൈ 2 സമം p ആയാൽ പൊതുവ്യത്യാസം എന്തായിരിക്കും? 2p എന്നതായിരിക്കും. അതുപോലെ p പ്ലസ് q എന്ന് പറയുന്നത് എന്തായിരിക്കും? p പ്ലസ് q എന്ന് പറയുന്നത് n സ്ക്വയറിന്റെ കൂടെയുള്ള ഗുണോത്തരവും കോഎഫിഷ്യന്റും n ന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നോക്കുക, p പ്ലസ് q d ബൈ 2 പ്ലസ് f മൈനസ് d ബൈ 2. d ബൈ 2 d ബൈ 2 ക്യാൻസൽ ആക്കിയാൽ f. അതായത് p പ്ലസ് q എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു? f എന്നും കിട്ടുന്നു. സമാന്തര ശ്രേണിയുടെ തുകകളുടെ ബീജഗണിതത്തിന് അടിസ്ഥാനമാക്കിയുള്ള ചില ചോദ്യങ്ങൾ. സൂത്രവാക്യം എന്താണ്? pn സ്ക്വയർ പ്ലസ് qn. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട എന്താ കാര്യങ്ങൾ എന്താണ്? p സമം d ബൈ 2 ആണ്, പൊതുവ്യത്യാസത്തിന്റെ പകുതിയാണ്. q എന്ന് പറയുന്നത് എന്താണ്? f മൈനസ് d ബൈ 2. ആദ്യ പദത്തിൽ നിന്ന് d ബൈ 2 കുറയ്ക്കുന്നു, പൊതുവ്യത്യാസത്തിന്റെ പകുതി കുറയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് d എങ്ങനെയാണ് കണ്ടെത്തുക? d എന്ന് പറഞ്ഞാൽ 2p, p യുടെ ഇരട്ടി. q എന്ന് പറഞ്ഞാലോ p യും f എന്ന് പറഞ്ഞാൽ p യും q യും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഏതാണ്? Sum of a arithmetic sequence. The algebra of a sum of an arithmetic sequence is 3n square plus 4. Write down the sequence. അപ്പോൾ സീക്വൻസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഫസ്റ്റ് ടേം അറിഞ്ഞിരിക്കണം, കോമൺ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഇക്വേഷൻ എന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇത് കണ്ടെത്താം. ആദ്യം നമ്മൾ n സ്ക്വയർ എന്ന് പറയുന്നത് n എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് n ന്റെ സ്ഥാനത്ത് 1 കൊടുത്തു നോക്കുന്നു. n ന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ നമുക്ക് എന്ത് ഇക്വേഷൻ എങ്ങനെ മാറ്റാം? 3 × 1 സ്ക്വയർ പ്ലസ് 4 × 1. അപ്പോൾ എന്ത് കിട്ടുന്നു? 3 + 4 7 എന്ന് കിട്ടും. ഇതേസമയം n സമം 2 എന്ന് കൊടുക്കുന്നു. 3 × 2 സ്ക്വയർ പ്ലസ് 4 × 2. That means 2 square 4, 3 × 4 plus 4 × 2 8, 12 plus 8 20 എന്ന്. അതായത് ആദ്യ പദം n = 1 കൊടുക്കുമ്പോൾ സം എന്താണ്? 7 ആണ്. ഒരു പദം മാത്രമാണ് അതിന്റെ സം 7 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദ്യത്തെ പദം എത്ര തന്നെയാണ്? 7 തന്നെയാണ്, 7 തന്നെയാണ്. n = 2 എന്ന് കൊടുത്താൽ എന്താണ്? രണ്ട് ടേംസ് അവിടെ ഉണ്ട്, അവയുടെ സം ആണ് 20. ഫസ്റ്റ് ടേം 7 ഉം സെക്കൻഡ് ടേമും കൂടി ആഡ് ചെയ്തപ്പോൾ 20 കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? ദാറ്റ് മീൻസ് x1 + x2 ആണ് 20. x1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 ആണ്. അപ്പോൾ x2 എന്തായിരിക്കും? x2 = 20 - 7 13 എന്ന് കിട്ടും. 20 - 7 = 13 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാം പദം 7 എന്ന് കിട്ടി, രണ്ടാം പദം 13 എന്ന് കിട്ടിയാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടെത്താം? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. 13 - 7 = 6. ഇങ്ങനെയാണ് തുകകളുടെ ബീജഗണിതം തന്നിട്ട് അതിൽ നിന്നും സമാന്തര ശ്രേണിയിലെ ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ് എന്നിവ കണ്ടെത്തും. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ സമവാക്യത്തിലെ ചില സൂത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടെത്താം? നോക്കൂ, d എന്ന് പറയുന്നത് എന്താണ്? 2p ആണ്. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് p. അപ്പോൾ p യുടെ കൂടെയുള്ള p ആയിട്ട് ഇവിടെയുള്ള എത്രയാണ്? 3 ആണ്. അപ്പോൾ p സമം 3 ആണ്. അങ്ങനെയാണെങ്കിൽ d എന്തായിരിക്കും? p യുടെ ഇരട്ടി എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ d യുടെ ഇരട്ടി 2 × 3 that means 6 എന്ന് കിട്ടും.
ഇനി രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? Q അല്ലെങ്കിൽ F ആണ് കണ്ടുപിടിക്കേണ്ടത്. F കണ്ടുപിടിച്ചാലാണ് ബീജഗണിതം കണ്ടെത്താനാവും. F കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? P യും Q യും കൂടി ചേർന്നാൽ മതി. F is equal to P plus Q. That means P എത്രയാണ്? 3 plus 4 is equal to 7. അപ്പോൾ സമാന്തര ശ്രേണിയുടെ ബീജഗണിതത്തിലെ പൊതുവ്യത്യാസം എത്രയാണ്? 6 ആണ്. രണ്ട് സ്ഥലത്ത് നമുക്ക് 6 തന്നെ കിട്ടിയത്. ആദ്യ പദം നോക്കൂ, A തന്നെ നമുക്ക് രണ്ടിടത്തും കിട്ടും. അപ്പോൾ തുകകളിലെ സംഖ്യകൾ കൊടുത്തുകൊണ്ടും സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? പൊതുവ്യത്യാസവും ആദ്യ പദവും കണ്ടെത്താൻ സാധിക്കും. എങ്കിൽ നമുക്ക് ഇവിടെ ഓൾജിബ്ര അഥവാ ബീജഗണിതം എങ്ങനെ കണ്ടെത്താം? ബീജഗണിതം xn സമം dn plus f minus d. d എന്ന് പറയുന്നത് എത്രയാണ്? d എന്ന് പറയുന്നത് 6n plus 7 minus 6. 6n plus 1. rn plus 1 എന്ന് പറയുന്ന ബീജഗണിതത്തിന്റെ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുകയാണ് 3n² plus 4n. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, 2n² minus 5. എങ്ങനെ കണ്ടെത്താം? നമുക്ക് ഈ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ച് ചെയ്താൽ പോലെ. സൂത്രവാക്യം ഉപയോഗിക്കുമ്പോൾ d സമം എന്താണ്? 2p ആണ്. d സമം 2p എന്ന് പറയുമ്പോൾ p യുടെ സ്ഥാനത്ത് എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 × 2 4 എന്ന് കിട്ടുന്നു. f എന്ന് പറയുന്നത് എന്താണ്? p plus q ആണ്. p എത്രയാണ്? 2 ആണ്. പ്ലസ് q യുടെ സ്ഥാനത്ത് ഇവിടെ കൊടുക്കുന്നത് 5 ആണോ -5 ആണോ? ശ്രദ്ധിക്കുക, നമ്മളുടെ അടിസ്ഥാന രൂപം എന്ന് പറയുന്നത് pn² plus qn ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ കൂട്ടേണ്ടതും എത്ര തന്നെയാണ്? മൈനസ് തന്നെയാണ് കൂട്ടേണ്ടത്. അപ്പോൾ 2 plus -5. 2 plus -5 എന്ന് പറഞ്ഞാൽ -3. അപ്പോൾ d യും f ഉം കണ്ടെത്തി. അപ്പോൾ ഇവിടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് xn സമം dn, that means 4n plus f minus d, f minus d -3 -4. അപ്പോൾ എന്ത് കിട്ടുന്നു? 4n -3 -4 എന്ന് പറഞ്ഞാൽ എന്താണ്? -7. 4n -7 എന്ന് കിട്ടുന്നു. അപ്പോൾ 4n -7 എന്ന സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുകയാണ് 2n² - 5n എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം, സമാന്തര ശ്രേണികളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ടത്. n എണ്ണൽ സംഖ്യയുള്ള സൂത്രവാക്യം കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ½ × n × n + 1. ഇരട്ട സംഖ്യകളുടെ ഈവൻ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n × n + 1. ഒറ്റ സംഖ്യകളുടെയോ? n². ഇനി സമാന്തര ശ്രേണികളുടെ തുക ½ × n × x1 + xn. x1 എന്ന് പറഞ്ഞാൽ ആദ്യ പദവും xn എന്ന് പറഞ്ഞാൽ n-ാം പദവും. അവയുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് തുക കിട്ടും. ഇതിന് തുല്യമാണ് എന്ത്? pn² + qn എന്ന് പറയുന്നത് എന്താണ്? സമാന്തര ശ്രേണിയുടെ തുകകളുടെ ഒരു സൂത്രവാക്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിച്ചിരിക്കുന്നത് സമാന്തര ശ്രേണികളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യങ്ങളാണ്. ഇവയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.